ദേശീയ അവാർഡ് പ്രഖ്യാപനവും അതിലേക്ക് പതിവ് തെറ്റിച്ച് ഒട്ടും നിശബ്ദമല്ലാതെ തന്നെ കടന്നു വന്ന വലത് രാഷ്ട്രീയ രുചികളും ചർച്ചയാതിനു പുറമെ സമൂഹ മാധ്യമങ്ങളിൽ ബോളിവുഡ് താരം ജോൺ എബ്രഹാമിന്റെ പ്രസ്താവനകൾ കൂടെ ഇടം നേടുകയാണ്. സിനിമയിലേക്ക് പരന്നൊഴുകാൻ ശ്രമിക്കുന്ന ധ്രുവീകരണ ശക്തികൾ കീശ നിറയ്ക്കുക കൂടെ ചെയ്യുന്നത് ഭയപ്പെടുത്തുന്നു എന്നാണ് താരത്തിന്റെ ഭാഷ്യം. ഇന്ത്യൻ സിനിമയിലുള്ള വലത് ചായ്വ് കാലങ്ങളായി ചർച്ചാപാത്രമാവുന്നുണ്ടെങ്കിലും സമീപകാലത്ത് പ്രൊപ്പഗാൻഡ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും അളവറ്റതാണ്. കേരള സ്റ്റോറിക്ക് ലഭിച്ച 2 ദേശീയ അവാർഡുകൾക്കപ്പുറം ഈ വർഷം തിയേറ്ററുകളിൽ നിന്നും ചാവ വാരിക്കൂട്ടിയത് സൂപ്പർ സ്റ്റാർ സിനിമകൾക്ക് പോലും ഇതുവരെ തൊടാനാവാത്ത ബോക്സ് ഓഫീസ് കളക്ഷനാണ്. ഞാൻ വലതുപക്ഷക്കാരനോ ഇടതുപക്ഷക്കാരനോ അല്ല, ഇരുചേരികളോടും കൂറില്ലാത്ത ആളാണ്. പക്ഷേ വലതുപക്ഷ സിനിമകൾക്ക് ബഹുഭൂരിപക്ഷം പ്രേക്ഷകരെ കണ്ടെത്താനാവുന്നു എന്നത് എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് അത് 2 ചോയ്സുകളാണ് നൽകുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ചിത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പണം ഉണ്ടാക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറയാനുള്ള വസ്തുതകളോട് സത്യസന്ധത പുലർത്താം. ഇതിൽ ഞാൻ 2ാമത്തെ ചോയ്സാണ് സ്വീകരിക്കുന്നത്. അതിര് കടന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ആളുകളെ സ്വാധീനിക്കാൻ ഉദ്ദേശിച്ചുള്ള സിനിമകൾ നിർമ്മിക്കപ്പെടുകയും അവ പ്രേക്ഷകരെ കണ്ടെത്തുകയും ചെയ്യുന്നത് ഭയാനകമാണ് എന്നുകൂടെ ജോൺ എബ്രഹാം കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു വെക്കുന്നു. ജോൺ എബ്രഹാമിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്ന അരക്ഷിതാവസ്ഥയുണ്ട്. സർഗാത്മകതയിലേക്കും കലാസ്വാദനത്തിലേക്കും വലത് വേരുകൾക്കുള്ള ആഴമാണത് ചൂണ്ടിക്കാട്ടുന്നത്. രാഷ്ട്രീയ നിലപാടുകൾ അടക്കാൻ ഭയപ്പെടുന്ന, ഭരണകൂടത്തെ പ്രീണിപ്പിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കുന്ന ബോളിവുഡിൽ നിന്നും ജോൺ എബ്രഹാമിന്റെ ശബ്ദം വേറിട്ട ബാസിൽ മുഴങ്ങുമ്പോൾ അത് വിചിന്തനം തന്നെയാണ് ലക്ഷ്യമിടുന്നതെന്നതിൽ സംശയം ഏതുമില്ല. പ്രധാനമന്ത്രിക്കൊപ്പം സെൽഫി എടുക്കാൻ മത്സരിക്കുന്ന ബോളിവുഡിന്റെ ലക്ഷ്യമല്ല അയാൾക്കുള്ളതെന്ന് കരുതാം. സിനിമയ്ക്ക് നേരെ ബോയ്ക്കോട്ട് ആഹ്വാനങ്ങൾ മുഴങ്ങുമ്പോൾ പോലും ഡിപ്ലോമസിയിൽ ഒതുങ്ങുന്ന താരശോഭയല്ല ജോൺ എബ്രഹാമിനുള്ളത്. പേരിനൊപ്പം ഖാനെന്നോ കപൂറെന്നോ ചേർന്നിരുന്നെങ്കിൽ നിങ്ങളൊരു സ്റ്റാർ ആയനയല്ലേ എന്ന ചോദ്യത്തിൽ, അത്തരം നെപ്പോട്ടിസത്തിൽ ഒന്നും താൻ വിശ്വസിക്കുന്നില്ലെന്ന മറുപടിയിൽ, ട്രംപിന്റെ താരിഫിനെ കളിയാക്കുന്ന അയാളുടെ വാക്കുകളിൽ പൊളിറ്റിക്കൽ അവബോധം കാണാനാകും. ജോൺ എബ്രഹാമിന്റെ വാക്കുകളുടെ ഇഴകളിലേക്ക് കൂടെ കടന്നു ചെല്ലാം. വലതുപക്ഷ പ്രൊപ്പഗാൻഡ ചിത്രങ്ങൾക്ക് ശരിക്കും അത്തരം കൊമേഴ്ഷ്യൽ വയബിലിറ്റി ഉണ്ടോ? ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് തന്നെയാണ് പ്രത്യക്ഷത്തിൽ അതിനുള്ള ഉദാഹരണം. ഛത്രപതി സംഭാജി മഹാരാജിന്റെ ഫിക്ഷണൽ പ്ലോട്ടിന് ആഗോള കളക്ഷനായി തിരികെ ലഭിച്ചത് 800 കോടിക്ക് മുകളിൽ നേട്ടമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സാമ്പത്തിക നേട്ടത്തിനു പുറമെ മഹാരാഷ്ട്രയിൽ സിനിമ കണ്ടിറങ്ങിയ മനുഷ്യർ ഔറംഗസേബിന്റെ കല്ലറ പൊളിച്ചു മാറ്റാൻ ആഹ്വാനം ചെയ്തതും, ഡൽഹിയിലെ മുഗൾ സ്മാരകങ്ങൾക്ക് മേൽ മൂത്രമൊഴിക്കുന്നതിന്റെ വീഡിയോ പ്രചരിപ്പിച്ചതും, സമൂഹ മാധ്യമങ്ങളിലൂടെ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് നേരെ ഭീഷണി മുഴക്കുകയും ചെയ്തത് നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം വഹിച്ച കാഴ്ചകളായിരുന്നു. അതിഗംഭീര സിനിമയെന്ന് ഇന്ത്യ ഒട്ടുക്ക് സംഘ ഹാൻഡിലുകൾ വാഴ്ത്തിപ്പാടിയ വിജയ ചിത്രം കേരള സ്റ്റോറി വെറും 15 കോടിക്ക് താഴെ മാത്രം മുതൽ മുടക്കി നേടിയത് 240 കോടിക്ക് മുകളിലാണ്. ഗോവയിൽ നടന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ രാജ്യം അതിഥിയായി സ്വീകരിച്ച ജൂറി അംഗവും ഇസ്രായേലി സംവിധായകനുമായ നാദവ് ലാപ്പിഡ് വൾഗർ പ്രൊപ്പഗാൻഡ ചിത്രമെന്ന് പേരെടുത്ത് വിമർശിച്ച കാശ്മീരി ഫയൽസും രാജ്യത്ത് സാമ്പത്തിക നേട്ടമുണ്ടാക്കി. 250 കോടിക്ക് മുകളിലാണ് തിയേറ്റർ കളക്ഷനായി ചിത്രം നേടിയത്. രാജ്യത്തെ ഹിന്ദുത്വ ശക്തികളുടെ പ്രൊപ്പഗാൻഡ പ്രൊജക്ടിലേക്ക് ചേർത്ത് വായിക്കാനാവുന്ന മറ്റൊരു കൊമേഴ്ഷ്യൽ ചിത്രമായിരുന്നു രാജമൗലിയുടെ RRR. കൊളോണിയൽ ശക്തികൾക്കെതിരെ പോരാടിയ അല്ലൂരി സീതാരാമരാജു എന്ന വിപ്ലവകാരിയെയും കുമാരം ഭീം എന്ന ആദിവാസി നേതാവിനെയും രാമനും ഹനുമാനുമാക്കി ചിത്രീകരിച്ചെടുത്ത ചിത്രം റെക്കോർഡുകൾ ഭേദിച്ച് കൈക്കലാക്കിയത് 1200 കോടിക്ക് മുകളിലാണ്. ജോൺ എബ്രഹാമിന്റെ വാക്കുകൾ ശരിവെക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ഇന്ത്യൻ സിനിമയ്ക്ക് ഇനിയും നിരത്താൻ ബാക്കിയുണ്ട്. ഭരണകൂടത്തെ വിമർശിക്കുന്ന, മറു രാഷ്ട്രീയം ഉയർത്തുന്ന സിനിമകളുടെ വിധിയും ജനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഗുജറാത്ത് വംശഹത്യയെ ഓർമ്മിപ്പിച്ച എമ്പുരാനുമേൽ കേന്ദ്രം വെട്ടി 24 വെട്ടുകൾ ഈ നാട് മറക്കില്ല. ആ ദൃശ്യങ്ങളിൽ മനസ്സുമുഷിഞ്ഞ് വലത് ഹാൻഡിലുകൾ അഴിച്ചുവിട്ട സൈബർ ആക്രമണവും നമ്മൾ മറക്കില്ല. പോലീസ് ക്രൂരതയും ഭരണകൂടത്തിന്റെ ദളിത് വൈരിയും ലോകം കാണേണ്ടെന്ന് പറഞ്ഞു പെട്ടിയിൽ അടച്ചുപൂട്ടിയ സന്തോഷം എന്ന ചിത്രത്തെയും നമ്മൾ മറക്കില്ല. സർക്കാർ എന്ന ചിത്രത്തിൽ സർക്കാരിന്റെ അഴിമതിയെയും ധ്രുവീകരണ നയത്തെയും ചോദ്യം ചെയ്തതിന് വിജയ് എന്ന താരത്തെ ജോസഫ് വിജയ് എന്ന് എടുത്തു വിളിച്ച് ആക്രമിച്ചതും ഈ നാട് മറക്കില്ല. ജോൺ എബ്രഹാമിന്റെ വാക്കുകൾ കേൾവിക്കാരനെ ഇതെല്ലാം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അയാൾ ഒന്നുകൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഈ രാജ്യത്ത് സ്ത്രീകളും കുഞ്ഞുങ്ങളും മൃഗങ്ങളും സുരക്ഷിതരല്ലെന്ന്. വെറുതെ പറഞ്ഞു പോവുകയല്ല, വെല്ലുവിളിയുമായി മുന്നോട്ടെത്തുകയാണ്. ഇവിടെ ഈ പറഞ്ഞ മൂവരും വിമൻ, ചിൽഡ്രൻ ആൻഡ് ആനിമൽസ് സേഫ് ആണെന്ന് എന്നോട് വാദിച്ച് ജയിക്കുന്നവർക്ക് എന്റെ കരിയർ ഞാൻ പകരം നൽകുമെന്നാണ് താരം വെല്ലുവിളിക്കുന്നത്. വിധേയത്വം മുഖമുദ്രയായ ബോളിവുഡിന് ജോൺ എബ്രഹാം തനിവഴി തേടുന്ന തന്റേടിയാണ്.